ഇന്നത്തെ എൻ്റെ വീഡിയോ ചക്ക കൂട്ടുകറി വെക്കുന്നതാണ്. ചക്ക കൂട്ടാൻ അല്ലെങ്കിൽ മുളകീശൻ എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ ഭാഷയായിരിക്കും. എന്നാലും എല്ലാവർക്കും ഈ കറിയൊക്കെ അറിയാമായിരിക്കും. അത് ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള കാണിച്ചു തരാം. ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്നൊക്കെ. ആദ്യം നമ്മൾ ചക്കയും കുരുവൊക്കെ വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കണം. ഇപ്പം ഞാനിത് അടുപ്പത്ത് വെച്ച് വെന്ത് വരുന്നുണ്ട്. അപ്പോഴത്തേനും നമുക്കിതിൽ ഇടാനുള്ള തേങ്ങയും മറ്റും ഒതുക്കിയെടുക്കാം. ചക്കയ്ക്ക് തേങ്ങയും വെളുത്തുള്ളിയും സ്വല്പം ചെറിയ ജീരകവും കറിവേപ്പിലയും എരിവ് ആവശ്യമുള്ളവർക്ക് കാന്താരി മുളകോ പച്ചമുളകോ ഉപയോഗിക്കാം. ഇത്രയും സാധനമാണ് നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. കറി ആയതിനു ശേഷം നമുക്ക് കടുക്, കറിവേപ്പില, ചുവന്ന മുളക്, തേങ്ങ എല്ലാം കൂടെ തേങ്ങയിൽ നന്നായിട്ട് വറുത്തിട്ട് ഇടണം. പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ ചക്ക കൂട്ടുകറി വെക്കുമ്പോൾ ആവശ്യമുള്ളത് കടലയാണ്. ചുവന്ന കടല നമ്മൾ കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതും കൂടെ കൂട്ടിയാലാണ് ചക്ക കൂട്ടാൻ വെക്കുന്നത്. ചക്ക കൂട്ടാൻ അല്ലെങ്കിൽ കൂട്ടുകറി നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വെന്തുകൊണ്ട് ഇരിക്കുന്ന ചക്കക്കൂരിലേക്കും ചക്കയിലേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ചക്കയും കടലയും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് ഉപയോഗിക്കുന്നവർ പച്ചമുളക് ഉപയോഗിക്കുക. അധികം എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് മതി. കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാന്താരി മുളകാണ് നല്ലത്. അരച്ച് വെച്ച് തേങ്ങ ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചക്ക മുളകീശത്തിന് വറുത്തിടാം. ചക്ക മുളകീശെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാറായിട്ടല്ല ഉണ്ടാവുക, കുറച്ച് കുറുകിയിട്ടാണ് ഉണ്ടാവുക. ആദ്യം തന്നെ നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കറിക്കും വറുത്തിടാനും കൂടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഇട്ടിട്ട് ഇതിൻ്റെ നിറം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ വറുക്കുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത്. ഈ പരുവത്തിലാണ് നമ്മൾ കറിയിലേക്ക് ഒഴിക്കേണ്ടത്. തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. എൻ്റെ എല്ലാ കറികളിലും ഞാൻ വറവിടുന്നുണ്ടെങ്കിൽ അതിൽ ലാസ്റ്റ് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ കറി കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ കഴിക്കുമ്പം ആദ്യം കറിയുടെ ഭംഗിയാണ് എല്ലാവരും ആകർഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ അതിൽ ലാസ്റ്റ് ചുവന്ന മുളക് പൊടി ഇടുന്നത്. നമുക്കിനി ഈ വറവ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. വറവിട്ടിട്ടതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ ചക്ക മുളകീശം റെഡി.